വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. നിങ്ങളെ മൂന്നാമത്തെ പാർട്ടെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് 1ഉം 2ഉം പാർട്ട് കണ്ടതിന് ശേഷമേ മൂന്നാമത്തെ പാർട്ട് കാണാവൂ കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഫസ്റ്റ് പാർട്ട് കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷമേ രണ്ടാമത്തെ പാർട്ട് കാണാവൂ കേട്ടോ. കാരണം അതിൻ്റെ ബാക്കിയാണ് രണ്ടാമത്തെ പാർട്ട്. ഇനി അതും നല്ലതുപോലെ മനസ്സിലായി 3 ചാടിക്കയറി കാണരുത്. 2 മനസ്സിലായില്ലെങ്കിൽ അത് ഒന്നുകൂടി കയറി കാണുക. അല്ല ഞാൻ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ ആര് പഠിപ്പിച്ചാലെന്തോ നിങ്ങൾ മനസ്സിലാക്കിയ പോരെ. ആരെങ്കിലും പഠിപ്പിച്ച്, ഇനി ഞാൻ പഠിപ്പിച്ചാൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ വേറെ ആരെങ്കിലും ആ രണ്ടാമത്തെ പാർട്ട് കണ്ടതിന് ശേഷമേ മൂന്നാമത്തെ കാണാവൂ. ആര് പഠിപ്പിച്ചാലും നമുക്ക് മനസ്സിലായാൽ മതി. നിങ്ങളിൽ കൂടുതൽ പേരും നിങ്ങളെ ഞാൻ യൂട്യൂബ് ചാനൽ എനിക്ക് വന്നതിൽ 100%-ൽ 30% പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുള്ളൂ കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ വിഷമം തോന്നി കേട്ടോ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും താഴ്ന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. കാരണം കൂടുതലും നമുക്ക് മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളമാണ്. കാരണം ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എന്നിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്ന് അറിഞ്ഞപ്പോഴേ 30% മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 70 എവിടെ പോയി? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരും നിങ്ങൾ കേട്ടോ. ഒരു ചിലവും ഇല്ലല്ലോ കേട്ടോ. ഓക്കെ ആണേ. നോക്കുക, നമ്മൾ ഇന്നലെ ഇവിടെ വരെ, അതായത് പേജ് നമ്പർ 169-ലെ 2ലും ഏറ്റവും മുകളിലത്തെ കണ്ടോ ഇവിടെ വരെ നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ബോക്സ് തന്നു കഴിഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം അതിൽ തന്നെ തന്നിരിക്കുന്നത് 6, ഇനിയിപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല, ഏതായാലും മതി കേട്ടോ. 6, 10, 14 എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇതുപോലെ നിങ്ങൾ ഈ ബോക്സ് വരയ്ക്കാൻ പഠിക്കണം. നിങ്ങളെ 3 എണ്ണം ആണെങ്കിൽ കേട്ടോ, 3 എണ്ണം ആണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അത് ആദ്യമേ നിങ്ങൾ ഈ ബോക്സ് വരയ്ക്കാൻ പഠിക്കണം. പിന്നെ ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്ത് കണ്ടോ, മിഡിലിൽ വേണം കുത്താൻ, ഈ വരയുടെ മിഡിൽ. എന്നിട്ട് വേണം മേപ്പോട്ട് വരയ്ക്കാണ്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ എവിടൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറും കണ്ടോ. ഫസ്റ്റ് 1, 2, 3 1, 2 കണ്ടോ. എന്നിട്ട് വേണം വരയ്ക്കാൻ. നിങ്ങൾക്ക് ഇതിപ്പോഴും കാരണം വരച്ച് ബുക്കുകളിലൊക്കെ ഓരോന്ന് വരച്ച് വെച്ചേക്കുന്നതാണ്. മിക്കവാറും ഉള്ളവരെല്ലാം പേന വെച്ചാണ് വരയ്ക്കുന്നത്. അതും തെറ്റാവും. നിങ്ങളെ പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കണക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം അറിയേണ്ട കാര്യമല്ല. അത് വെറുതെ നമുക്കെല്ലാം അറിയാം എന്നും പറഞ്ഞ് ഒരിക്കലും ചെയ്തോ. നിങ്ങളെ നമ്മളെല്ലാം നല്ല രീതിയിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ 3 റോ കണ്ടോ, 3 കോളം വരയ്ക്കുക. അത് നല്ല വൃത്തിയായിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തന്നെ വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ അത് തന്നെ നല്ലത്. ഓക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഇതിൽ നിങ്ങൾ ഇനി എപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ നേരം എന്നെ ഓർക്കണം ഇവിടെ കേട്ടോ. എന്നിട്ട് മേപ്പോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തണം കേട്ടോ. സെൻറ്ററിൽ കുത്തിയിട്ട് മേപ്പോട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമ്മളോട് ഇപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു. ഓക്കെ. അടുത്തത് ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യത്തെ 2 എണ്ണം എടുക്കുക. നോക്കി, 6ഉം 10ഉം എത്ര നിങ്ങളെ 16 അല്ലേ. ഇനി അതായത് നമ്മൾ ഈ വരച്ചേക്കുന്ന വരയുണ്ടല്ലോ, അത് എവിടൊക്കെയാണെന്ന് വെച്ചാൽ അത് 2 കൂടെ ചെയ്താൽ മതി കേട്ടോ. അതും നിങ്ങൾക്ക് അപ്പോൾ ഈ വര കൊണ്ട് മനസ്സിലാവും. അതായത് എവിടൊക്കെയാണോ ഇത് വന്ന് നിൽക്കുന്നത് അത് 2 എണ്ണവും കൂടെ വേണം അതിൽ കൂട്ടാൻ. അതായത് ഇവിടെ നോക്കിയേ 6ൻ്റെയും 10ൻ്റെയും ആണ്. അപ്പോൾ 10ഉം 6ഉം 16. ഇവിടെ നോക്കിക്കേ ഇവിടെ വന്നിരിക്കുന്നത് 10ൻ്റെയും 14ൻ്റെയും. 14ഉം 10ഉം 24 ഓക്കെ ആണോ? ഇനി ഇത് വന്നിരിക്കുന്ന നോക്കി ഇവിടെയുമാണ്. ഏതാ 24ഉം 16ഉം. 24ഉം 16ഉം എത്ര ആവും നിങ്ങളെ? 6 4 10 40 ആണല്ലേ. 40. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇതെന്നല്ല വേറെ ഏത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 2 പിന്നെ 3 4 2 3 4 3ഉം 2ഉം 5 ആണ്. 4ഉം 3ഉം 7 ആണ് അല്ലേ. 7ഉം 5ഉം 12 ആണ് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 എണ്ണത്തിൻ്റെ വെച്ച് നമ്മൾ ചെയ്തു. ഇനി അവരിങ്ങനെ ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് നോക്കി ഏറ്റവും താഴത്തെ നമ്പറിൻ്റെ മിഡിൽ കിടക്കുന്ന നമ്പർ, ഇതാണ് നമ്മുടെ ആൻസർ. അതാണ് കേട്ടോ. നമ്മളിങ്ങനെ വരച്ച് വെച്ച് മാത്രം പോരോ. നിങ്ങൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് നോക്കിക്കേ. ഇത് ഈ 3 സംഖ്യയുടെ മിഡിൽ കിടക്കുന്ന നമ്പറിൻ്റെ 4 മടങ്ങായിരിക്കും നമുക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടുന്ന ആൻസർ കേട്ടോ. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങളെ അതായത് ഇവിടെ ഏറ്റവും താഴെ തന്നിരിക്കുന്ന സംഖ്യ, ഏറ്റവും താഴെ തന്നിരിക്കുന്ന ഇവിടെ എത്രയാ? 6 10 14 ആണ്. അതിൻ്റെ മിഡിൽ സംഖ്യ ഏതാ? 10. 10ൻ്റെ 4 മടങ്ങ് 4 ടൈംസ്. ഒന്നുകിൽ നിങ്ങൾക്ക് 10 അധികം 10 അധികം 10 അധികം 10 എന്ന് എഴുതിയാലും എത്ര? 40 ആണ്. അതല്ലെങ്കിൽ 10 × 4 എന്ന് പറഞ്ഞാലും 40 ആണ് കേട്ടോ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ടൈമിൽ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതും അതുപോലെ നോക്കും നിങ്ങളെ 3 ആണ്. 3ൻ്റെ 4 മടങ്ങ് 3 4 12 ടോപ്പിൽ കിട്ടിയില്ലേ. ഇതാണ് സംഭവം.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ പഠിച്ചത് 3 എണ്ണം വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ, 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുക 4 എണ്ണം വെച്ച് വരച്ചാൽ നമുക്ക് ടെസ്റ്റിൽ 4 എണ്ണം ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ 3 എണ്ണമല്ലേ ഇപ്പം നമ്മൾ ചെയ്തത്, 4 എണ്ണം ഉണ്ടോ എന്ന് നോക്കാം. അതെ, അതിൻ്റെ തൊട്ട് താഴെ തന്നെ 4 എണ്ണത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കി വേണേ നിങ്ങളെ പോകാൻ. നോക്കിക്കേ, 3, 4, 5, 6 അല്ലേ? ഫസ്റ്റിലെ ഇത് 3 എണ്ണത്തിൻ്റെ ആയിരുന്നു, അതിൻ്റെ 4 മടങ്ങാണ് നമുക്ക് ടോപ്പിൽ കിട്ടിയ ആൻസർ. ഓക്കെ ആണോ? അടുത്തത് നോക്കിയേ, 3, 4, 5, 6, 4, 3, 7 ഇത് എത്രയൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇത് വരയ്ക്കുന്നുണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ചില കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയ്ക്ക് ഇതാണോ എന്ന്. ചില കുട്ടികൾക്ക് അത് ഡൗട്ടും ചില കുട്ടികളൊക്കെ തെറ്റായിട്ട് എഴുതുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. 4, 3, 7, 5, 4, 9, 5, 6, 11 ആണല്ലോ. ഇനി 7, 9, 16, 9, 11, 20 അല്ലേ? 20, 16, 36. ഓക്കെ ആണോ? സംശയമില്ലല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? കാരണം ഇത് വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓർത്താൽ മതി എവിടെയൊക്കെ വന്ന് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ടോപ്പിൽ എന്ത് കിട്ടി? 36. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിഡിൽ നമ്പർ മുമ്പ് നമുക്ക് എന്താ 3 സംഖ്യയുള്ളായിരുന്നു അല്ലേ? 3 എണ്ണേ ഉള്ളായിരുന്നു. 1, 2, 3 എണ്ണേ ഉള്ളായിരുന്നു അല്ലയോ നിങ്ങളെ? 3 സംഖ്യയുടെ അപ്പം അതിൻ്റെ എത്ര 4 മടങ്ങ് എടുത്തപ്പോഴാണ് നമുക്ക് ടോപ്പ് കിട്ടിയത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഏതായിരിക്കും മിഡിൽ എടുക്കുന്നത്? എവിടെ ആയിരിക്കും നിങ്ങളെ? ഏതായിരിക്കും? കാരണം ഇവിടെ 4 ആയിരിക്കുമോ 5 ആയിരിക്കുമോ നിങ്ങൾ എടുക്കുന്നത്? അപ്പം എന്തോ എന്ന് പറയുമോ, 4ഉം 5ഉം കൂടി അങ്ങ് കൂട്ടണം കേട്ടോ. 4ഉം 5ഉം കൂടി കൂട്ടണം. കാരണം ഇവിടെ 2 എണ്ണം വന്നില്ലേ നിങ്ങൾക്ക്? ഇതാകുമ്പോൾ മിഡിൽ നമ്പർ നമുക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ നമ്മൾ മിഡിൽ എങ്ങനെ അറിയും? ഇത് 2ഉം കൂടി അങ്ങ് കൂട്ടണം. ഇപ്പം എത്ര? 5, 4, 9 അല്ലേ? 5, 4, 9. അപ്പോൾ 9ൻ്റെ 4 മടങ്ങ് എത്ര ആയിരിക്കും? 9, 4, 36. നമുക്ക് ടോപ്പിൽ 36 കിട്ടിയോ? ഓക്കെ ആണോ? അപ്പം ഇതിൻ്റെ 4 മടങ്ങാണെന്ന് മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ നമ്പർ വെച്ചാണ് ഇത് ചെയ്തത്. നമ്മളൊരു നമ്പർ വെച്ച് ചെയ്യാനാണോ ഈ ചാപ്റ്ററിൽ? അല്ല. എന്താ? ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതത്തിൽ എഴുതാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോടൊരു ചോദ്യം ചോദിക്കുക. x+y, x+2y. അതിൻ്റെ ഇവിടെ ടെസ്റ്റിലെ തന്നെ ചോദ്യം കേട്ടോ. ടെസ്റ്റിലെ കണ്ടാവും നിങ്ങളെ പേജ് നമ്പർ. ഞാൻ ഈ ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകൾ പഠിപ്പിച്ചിട്ടാണ് എക്സസൈസ് പഠിപ്പിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. മിക്ക കുട്ടികൾക്കും എക്സസൈസ്, കാരണം നമുക്ക് പിന്നെ ഏത് ചാനൽ നോക്കിയാലും എക്സസൈസ് ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തു തരുന്നുള്ളൂ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് പെട്ടെന്ന് കിട്ടത്തില്ല, അതാണ് കുഴപ്പം. അപ്പം നമുക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന കണക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ആദ്യം പഠിക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ഫസ്റ്റിൽ എന്താ തന്നിരിക്കുന്നത്? x+y, x+2y, x+3y ആണല്ലോ. ഇതാ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് അല്ലേ? അതിൻ്റെ താഴെ x+y കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് താഴെ x+2y, അടുത്തത് x+3y. ഞാൻ ഇതിനൊരു എളുപ്പവഴി പറയാമായിരുന്നു. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? നമ്മൾ മുമ്പ് വരച്ച രീതി വെച്ച് ഇത് വന്ന് എവിടെ നിൽക്കുന്നത്? ഫസ്റ്റ് ഇതിലുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് ഇവിടെ എഴുതേണ്ടതെന്ന് നമുക്കറിയാം അല്ലേ? ഇതുകൂടെ കൂട്ടിയാണ് ഇവിടെ എഴുതേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് എങ്ങനെ കൂട്ടും? അവർ ചെയ്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. x+y ഇങ്ങനെയാണ് നിങ്ങൾക്ക് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് സത്യത്തിൽ ചില കുട്ടികൾ, എല്ലാവർക്കും അറിയണമെന്നില്ല കുഞ്ഞുങ്ങളെ, അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. ഇത് ഒറ്റയടിക്ക് കാണുന്നവർക്കറിയാം. എന്താ? എക്സും 2x ആണ്. പിന്നെ ഇവിടെ എന്താ? ഒരു +y ഇവിടെ ഉള്ളൂ, അതിട്ടാൽ മതി എന്നറിയാം. പക്ഷേ കുറച്ചുകൂടി ഇനി തെറ്റുമോ അല്ലേ? ഡൗട്ട് വല്ലതും ഉള്ളവർ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, എക്സും പിന്നെ ആരാണ്? ഒരു x+y കൂട്ടാനല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്താ? എക്സും 2x+y. നിങ്ങൾക്ക് ഏത് രീതിയാണോ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന ആ രീതി ചെയ്താൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ഈ രീതി ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ, ഇത് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ എങ്ങനെയായാലും മനസ്സിലാക്കിയാൽ മതി കേട്ടോ നിങ്ങളെ. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സും x+y കൂടെ ആയപ്പോൾ എന്താ കിട്ടിയത്? 2x+y. സംശയമില്ലല്ലോ? ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഇനി ഏതാ? ഇനി ഇതുകൂടെ തങ്ങളെ കൂട്ടി അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതണം. ഏതൊക്കെയാണ്? x+y x+2y. നോക്കണേ, എക്സും 2x ആണ്. എപ്പോഴും അത് ഓർത്തോണേ. x+x 2x ആണ്. എന്നാൽ x അത് കൺഫ്യൂഷൻ ആയിരുന്നു. ഇൻറ്റു നിങ്ങൾക്കില്ല, പക്ഷേ ഇനി അങ്ങോട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയല്ലോ. നിങ്ങൾ x ആണെങ്കിൽ x² ആണ് കേട്ടോ. അതൊന്നും പഠിച്ച് വെച്ചേക്കണേ. എന്താ നിങ്ങളെ? അധികം x ആണെങ്കിൽ എന്ന് വെച്ചാൽ കൂട്ടാനാണെങ്കിൽ 2x ആണ്. ഇനി ഇൻറ്റു മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് x² കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി വിട്ടേരെ. x കൂടെ നമുക്കിവിടെ കൂട്ടാനാണ് 2x +
2y കൂടെ ഒരു y കൂടെ കൂട്ടുക അല്ലേ? അതൊക്കെ അറിയാമല്ലോ. എന്താ 2y എന്ന് വെച്ചാൽ എന്താ? y പ്ലസ് y ആണ് 2y അല്ലേ? അതിൻ്റെ കൂടി ഒരു y കൂടെ ചേർത്താൽ എത്ര ആവും നിങ്ങളെ? 3y ആണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കേട്ടോ, 3y ആണ്. അതായത് 2y കൂടെ ഒരു y കൂടെ കൂട്ടിയ 3y ആണ്. ഓക്കെ ആണോ നിങ്ങളെ? എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? 3y വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 3y. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കണേ, ഒന്ന് ബാക്കടിച്ച് നോക്കണേ. ഇനി നമുക്ക് ഏതാ അടുത്തത്? എക്സ് പ്ലസ് 2y എക്സ് പ്ലസ് 3y അല്ലേ? എന്താ? എക്സും 2x ആണ്, പ്ലസ് 2y 3y കൂട്ടുമ്പോൾ എത്ര നിങ്ങളെ? 5y ആണ്. അതിന് ഡൗട്ടൊന്നുമില്ല അല്ലേ? 2y കൂടാണ്ട് ഇങ്ങനെ നിങ്ങൾ കൂട്ടിയാലും മതി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2y കൂടെ 3y, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നല്ലേ? 2y 3y കൂട്ടിയാൽ 5y. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 5y. അങ്ങനെയുണ്ട്. ഇത് നല്ല കിടുക്കൻ പേനയല്ലേ, പെൻസിലല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ? പേനയെക്കാട്ടി നല്ല പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നോക്കിയേ. 2x പ്ലസ് 5y. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണേ. ഏതാണ്ട് എല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ്, എവിടെ, എങ്ങനെയാണ് വന്നതെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോക്സിലോട്ട് നോക്കിയാൽ മതി, കാണാൻ പറ്റും കേട്ടോ. അഥവാ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ആ ബോക്സിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് 2x, ഇനി ഏതാ? ഇതും ഇതുകൂടെ കൂട്ടി മേളിൽ എഴുതണം. ഏതാ? 2x പ്ലസ് y 2x പ്ലസ് 3y. 2x പ്ലസ് വൈയും 2x പ്ലസ് 3y. എന്താ? 2x 2x കൂടെ എത്ര ആവും നിങ്ങളെ? 4x ആണ് അല്ലേ? പ്ലസ് 3y y കൂടെ എത്രയാണ്? 3y ഒരു y കൂടെ ആകുമ്പോൾ 4y അല്ലേ? 3y കൂടെ ഒരു y കൂടെ ആകുമ്പോൾ എന്താ? 4y. ഡൗട്ട് ഇല്ലല്ലോ? 2x കൂടെ 2x കൂടെ കൂട്ടിയാൽ 4x ആണ് അല്ലേ? 3y കൂടെ ഒരു y കൂടെ കിട്ടിയാൽ 4y. അപ്പോൾ ഇവിടെ എത്ര വരും? 4x പ്ലസ് 4y. എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ നമുക്ക് അത് പഠിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ, ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്തതെന്ന് കിടപ്പുണ്ടേ കേട്ടോ. 4x പ്ലസ് 4y. ഇനി അടുത്ത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇവിടെ എങ്ങനെയാ? 2x പ്ലസ് 3y 2x പ്ലസ് 5y അല്ലേ? 2x 4x പ്ലസ് 5y 3y ആയപ്പോൾ 8y അല്ലേ? അപ്പോൾ അതും കിട്ടി. എന്താ? 4x പ്ലസ് 8y. ഓക്കെ ആണോ? ഇനി എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടി മേലിൽ എഴുതണം അല്ലേ? അതെത്ര കുഞ്ഞുങ്ങളെ? 4x പ്ലസ് 4y വീണ്ടും 4x പ്ലസ് 8y. 4 4 8 8x പ്ലസ് 8 4 12y. 8x പ്ലസ് 12y. എത്ര കുഞ്ഞുങ്ങളെ? 8x കാണാൻ പറ്റുന്നുണ്ടോ? പ്ലസ് 12y. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓക്കെ ആണോ? ആണോ? അപ്പം ഇത് ബീജഗണിത രൂപത്തിൽ എഴുതിയേക്കുകയാണ്. ഞാൻ ഈ എഴുതിയതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ദാണ്ട് ഈ ബോക്സിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ദാണ്ട് ഇതിൽ നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് ഏറ്റവും താഴെ കിടക്കുന്ന 2 എണ്ണം, ഇപ്പോൾ ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 എണ്ണം എടുക്കണം അല്ലേ? ഇതിൻ്റെ 4 മടങ്ങാണ് ഈ മേലിൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ആണല്ലോ? ആണോ കുഞ്ഞുങ്ങളെ? ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത് നോക്കിക്കേ. നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ താഴെ വന്നത്? എക്സ് പ്ലസ് വൈയും എക്സ് പ്ലസ് 2y കൂടെ ആയപ്പോൾ എത്രയാണ്? എക്സ് പ്ലസ് 2y കൂടിയാണ് നമുക്ക് താഴെ തന്ന 2 എണ്ണം. ഇത് രണ്ടും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു താഴെ തന്നിരിക്കുന്നതിൻ്റെ എത്ര മടങ്ങാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേ. ഇവിടെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഫസ്റ്റ് നിങ്ങൾ ഈ റോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ ആദ്യത്തെ റോയിൽ എഴുതുക കേട്ടോ. പിന്നെ നമ്മൾ ഈ വരച്ച ഞാൻ ആദ്യമേ പഠിച്ചായിരുന്നു ഏതൊക്കെ തങ്ങളിലാണ് കൂട്ടേണ്ടതെന്ന്. അങ്ങനെ കൂട്ടിയാണ്ട് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേ നോക്കണേ. അങ്ങനെ കൂട്ടി നമുക്ക് ലാസ്റ്റിൽ ഒരു ആൻസർ കിട്ടി. ഇനി ഈ കിട്ടിയ ആൻസർ ഇതാണ്. ഇതിൻ്റെ നമ്മൾ ഇതുവരെ ചെയ്ത രീതി വെച്ച് 4 മടങ്ങാന്ന് പറയുന്നു. എന്തുകൊണ്ടെങ്കിൽ എല്ലാത്തിനുമൊക്കെ 4 മടങ്ങ് വരുമോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. നോക്കിക്കേ, ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയ എക്സ് പ്ലസ് വൈയും എക്സ് പ്ലസ് 2y കൂടെ ആണ്. നോക്കിക്കേ, 2x പ്ലസ് 3y ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഇനി അതിൻ്റെ എത്ര കുഞ്ഞുങ്ങളെ? അതിൻ്റെ നമ്മൾ പറഞ്ഞ രീതി വെച്ച് അതിൻ്റെ 4 മടങ്ങാണോ? ഈ 4 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ ചെയ്യുന്നത്? 4 മടങ്ങ് നിങ്ങൾക്കറിയാമോ? 4 മടങ്ങെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഒന്നുകിൽ എന്ത് ചെയ്യാമെന്നറിയാമോ? നിങ്ങൾക്ക് അറിയാൻ വയ്യ ഈ 4 മടങ്ങെന്നൊക്കെ 4 വട്ടം അങ്ങ് എഴുതിയാൽ മതി. അതായത് 2x പ്ലസ് 3y 2x പ്ലസ് 3y 2x ഇത് ഇങ്ങനെ എഴുതുന്നില്ല അംഗൻവാടി പിള്ളേരാ, എന്നാലും വേണ്ടിയില്ല.
ഏറ്റവും താഴ്ന്ന രീതി ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം എങ്ങനെയും മനസ്സിലാക്കുക എന്നുള്ളത്. നോക്കിയാൽ 2 4 6 8 എക്സ് പ്ലസ് 3 6 9 12 വൈ. ഇനി ഇതിലും ഇത് എന്താ, ഇതാണ് ഇതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത്. ഇതിലും കുറേ കൂടി എളുപ്പം എന്താ നിങ്ങളെ, കുറച്ചുകൂടെ നല്ല പഠിക്കാൻ നല്ല കഴിവുള്ളവരാണെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കണ്ട. 2x പ്ലസ് 3y ഇൻറ്റു 4 അല്ലേ, 4 വെച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് ഇതിനെ 4 വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുക. മനസ്സിലായോ? 2x ഇൻറ്റു 4 എത്ര, 2 ഇൻറ്റു 4 8x, 3y ഇൻറ്റു 4 3y 3 4 12y. എങ്ങനെയായാലും നമുക്ക് കിട്ടും. നിങ്ങൾക്കിത് ഏതാണോ, നിങ്ങൾക്ക് 4 മടങ്ങ് എന്ന് പറയുന്നതാണ്, 4 ടൈംസ്. ഈ മടങ്ങ് എന്ന് വെച്ചാൽ 4 ടൈംസ് കേട്ടോ, 4 വട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ, അതാണ്. ഇപ്പം പിടികിട്ടിയോ? എല്ലാം കൂടെ പറഞ്ഞ് പുകഞ്ഞു പോകുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കണേ. നിങ്ങൾക്ക് അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി പുറകോട്ടടിച്ചിട്ട് മുമ്പോട്ട് വന്നിട്ടൊക്കെ കാണണം കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണ് ഈ കണക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത്, അടുത്തത് ടെസ്റ്റിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ കണക്കിലെ ചുരുക്കെഴുത്ത് എന്ന പാഠഭാഗത്തിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അല്പം ആലോചിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ വരി എഴുതിയപ്പോൾ തന്നെ ഏറ്റവും മുകളിലത്തെ സംഖ്യ കണ്ടുപിടിക്കാമായിരുന്നു. രണ്ടാമത്തെ വരിയിലെ സംഖ്യ എന്ന് പറയുന്നുണ്ട്, അവരിതിനെ ഓരോന്നിനെയും സ്പ്ലിറ്റ്, നമ്മളത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു നിങ്ങളെ കേട്ടോ. എന്താ എക്സ് പ്ലസ് വൈ 2x പ്ലസ് ഇങ്ങനെ എഴുതി നമ്മളിത് ഓൾറെഡി ചെയ്തു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട, നിങ്ങൾക്ക് നീ കൂടുതൽ കുളവാക്കണ്ട, ഈ രീതി അങ്ങ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാവുന്ന അതിൻ്റെ അർത്ഥം. അതായത് ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ അതിനെ ഓരോന്നിനെയും മേപ്പോട്ട് കൂട്ടി വെച്ചു. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടിയ ആൻസർ ഇല്ലേ, ഇതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്നതിൻ്റെ മിഡിലിൽ കിടക്കുന്നതിൻ്റെ 4 ഇരട്ടിയാണോ കിട്ടുന്നത്, ശരിയാണോ? ആണല്ലോ. നമുക്ക് എന്താ കിട്ടിയത്, 8x പ്ലസ് 12y കിട്ടി. ഓക്കെ ആണല്ലോ നിങ്ങൾ, അത് ഓക്കെ ആണോ? അപ്പോൾ നമുക്കിനി നമുക്ക് എക്സർസൈസ് ചെയ്യാം കേട്ടോ. നോക്കാം. ഓക്കെ, പേജ് നമ്പർ 171 എടുക്കേ. പേജ് നമ്പർ 171. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യം എന്താ നിങ്ങളെ, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യം ഒന്ന് നോക്കണേ. 6-8 അല്ലേ? ഓക്കെ, കേട്ടോണേ നിങ്ങളെ. ദ ബോട്ടംസ് റോ ഓഫ് എ 5 ദ സ്റ്റോറി നമ്പേഴ്സ് ടവർ ആണ് ലൈക്ക് ദ 3 സ്റ്റോറി ആൻഡ് 4 സ്റ്റോറി ടവേഴ്സ് വി ഹാവ് ഡിസ്കസ്ഡ് ഈസ് ഷോൺ ബിലോ. അതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. അപ്പോൾ അത് മലയാളം മീഡിയം എങ്ങനെ പറയും, 3ഉം 4ഉം നിലകളിലുള്ള സംഖ്യാഗോപുരങ്ങൾ അല്ലേ, പോലെ 5 നിലയുള്ള. ഇനി ഇതുവരെ നമ്മൾ 3ഉം 4ഉം വെച്ചുള്ളതായിരുന്നു ഇതുവരെ നമ്മൾ പഠിച്ചത്. അതിന് സംശയമൊന്നും ഇല്ലല്ലോ. കാരണം 3 എണ്ണ വരുന്നെങ്കിൽ എന്താ നിങ്ങളെ, 3 എണ്ണ വരുന്നെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ എടുക്കണേ. ഇനി 4 എണ്ണ വരുന്നെങ്കിൽ 2 എണ്ണത്തിൻ്റെ എടുക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനിയിപ്പോൾ നമ്മൾ 5 എണ്ണത്തിൻ്റെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിടിച്ച് നോക്കണേ. കാരണം നമുക്കിനി അങ്ങോട്ട് പഠിക്കണ്ടേ, പുറകോട്ട് പോയാലോ. അപ്പോൾ നോക്കാം, ഇത് നമുക്ക് എളുപ്പം ചെയ്യാം നിങ്ങൾ. എങ്ങനെയൊക്കെയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അതായത് 6 8 എത്രയ്ക്കാ, 6 8 10 12 14 അല്ലേ? നോക്കണേ, നോക്കിയേ, 6ഉം 8ഉം 6 6 12 14 അല്ലേ, 14. പിന്നെ 8ഉം 10ഉം 18, 10ഉം 12ഉം 22, 12ഉം 14 14 26 അല്ലേ, 14ഉം 18ഉം 28ഉം 2ഉം 32, 18ഉം 22 30 40 അല്ലേ, 40. പിന്നെ 22ഉം 26ഉം 8 48 8 48. ഓക്കെ, നോക്കണേ നിങ്ങളെ. അടുത്തത് 32ഉം 40ഉം 4 3 7 72. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണേ നിങ്ങൾ കേട്ടോ. ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് കൂട്ടാൻ അറിയാമല്ലോ. 4 4 8 88, 88ഉം 72ഉം 88ഉം 2ഉം 90 90ഉം 100 160 അല്ലേ, 160. ഇങ്ങനെയാണ് പിരമിഡ് വരുന്നത്. സംഖ്യാഗോപുരങ്ങൾ അല്ലേ, സംഖ്യാഗോപുരങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്,
ടവർ അല്ലേ, ടവർ വരയ്ക്കാൻ ആ സംഖ്യാഗോപുരങ്ങൾ. അപ്പം നമ്മളോട് ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ നമ്പർ കൂട്ടിക്കിട്ടി. ഇനി നമ്മൾ നേരത്തെ രീതി വെച്ച് ചെയ്തപ്പോൾ 3 4 ചെയ്തപ്പോൾ നമുക്ക് 4 മടങ്ങ് വെച്ച് അല്ലേ, 4 ടൈംസ് വെച്ച് നമ്മൾ മുമ്പ് ചെയ്തു. ബാക്ക് അടിച്ച് നോക്കിയാൽ കാണാം 4 ടൈംസ്, അതായത് മിഡിൽ നമ്പർ വെച്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4 ടൈംസ് വെച്ചായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിക്കുക 1 2 3 4 5 എണ്ണം വന്നു അല്ലേ. അപ്പോൾ അവർ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടേ, തുടർന്നുള്ള സംഖ്യയിൽ എഴുതുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും മുകളിലത്തെ സംഖ്യ നടുവിലുള്ള 10ൻ്റെ എത്ര മടങ്ങായിരിക്കും എന്ന് ഊഹിച്ചു നോക്കൂ. അത് ശരിയാണോ എന്ന് മറ്റ് സംഖ്യകളെല്ലാം എഴുതി പരിശോധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ മിഡിൽ നമ്പർ എത്ര നിങ്ങളെ? ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 ആണെങ്കിൽ ഇവിടുത്തെ മിഡിൽ നമ്പർ ആരാണ്? 10 ആണ്. അതിന് സംശയമില്ലല്ലോ ഇല്ലേ? എന്താണ്, ഇവിടോട്ട് 2 പോയി, അവിടോട്ട് 2, പിന്നെ മിഡിൽ നമ്പർ 10 ആണ്. 10ൻ്റെ 4 ഇരട്ടി, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 10ൻ്റെ 4 ഇരട്ടി, അതായത് 10 4 വെട്ടെന്ന് വെച്ചാൽ 40 ആവത്തുള്ളൂ അല്ലേ. 40 ഇവിടെ വന്നിട്ടുണ്ട്, എന്താ കാണാൻ പറ്റുന്നുണ്ടോ? 40 ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ 40 ആണോ ഇവിടുത്തെ ടോപ്പിൽ വന്നത്? അല്ല. പിന്നെന്താ 160 വന്നത് എങ്ങനെയാണ്? അപ്പം 40ൻ്റെ 4 ഇരട്ടി വന്നാൽ 160 ആകത്തില്ലേ നിങ്ങളെ? 40ൻ്റെ അതായത് 40യുടെ 4 ഇരട്ടി 4 ടൈംസ് വന്നു കഴിഞ്ഞാൽ എന്താ 160 ആവും. അപ്പം എന്താ ഇവിടെ സംഭവിച്ചത്? 8 വട്ടം. മനസ്സിലാവുന്നുണ്ടോ? അതായത് 10ൻ്റെ കൂടെ 4 10 × 4 വന്നപ്പോൾ 40 ആയി. 40യുടെ കൂടെ വീണ്ടും 4 വന്നപ്പം എന്താവും നിങ്ങളെ? എത്ര വന്നു? 160 ആയി. അപ്പോൾ എത്ര വട്ടം വന്ന്? 10ൻ്റെ കൂടെ ആദ്യമേ 4 വെച്ചും ചെയ്തു, പിന്നെയും 4 വെച്ച് ചെയ്തു. അപ്പം മൊത്തം എത്ര വട്ടം ചെയ്തു? 4 40, 40 4 16 160 വന്നത്. മനസ്സിലായോ? എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് 5 അക്ക സംഖ്യയാണ്. 1 2 3 4 5 അക്കമാണ്. അതിൻ്റെ മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ 10 ആണ്. നമ്മൾ ഇതുവരെ ചെയ്തത് മിഡിൽ നമ്പറിൻ്റെ 4 ടൈം ആയിരുന്നു ഇത്രയും നേരവും നമ്മൾ ചെയ്തത്. മിഡിൽ നമ്പറിൻ്റെ 4 ടൈം ആയപ്പോൾ നമുക്ക് 40 വരെ വന്നുള്ളൂ. അപ്പം 160 ആണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ 4 കൂടെ വെച്ച് ഇൻഡ്യൂ ചെയ്തപ്പോൾ എന്താ 160 ആയി. മനസ്സിലായോ? അതായത് 3ാം വരിയിലെ നടുവിലത്തെ സംഖ്യ 4 മടങ്ങ് ആയതിനാൽ അവസാന സംഖ്യ അതിൻ്റെ 4 മടങ്ങ്, അതായത് 10ൻ്റെ 4 × 4 മടങ്ങ് അല്ലേ, അതായത് 16 മടങ്ങായിരിക്കും. ഗോപുരം പൂർത്തിയായാലും ഇത് ശരിയെന്ന് കാണാൻ കഴിയുമെന്നാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? 4 40 4 16 160 കിട്ടുന്നുണ്ടോ? 16 10 160 ഓക്കെ ആണോ നിങ്ങളെ? 10ൻ്റെ 4 × 4 മടങ്ങ്, 4 × 4 എന്ന് വെച്ചാൽ 16 ആണ്. 16 × 10 160 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 5 അക്ക സംഖ്യയുടെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? വേണേ ഞാൻ ഇപ്പം ഇതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്, എന്നാലും ഇതിൻ്റെ വേണ്ട ഒരു എക്സർസൈസ് കൂടെ കാണിക്കാം, ഒരെണ്ണോടെ കാണിക്കാം. ഇതിൻ്റെ ബാക്കിയുണ്ടോ നിങ്ങളേട്ടോ? അത് ശരി. എന്നിട്ട് നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് വേണേൽ ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കിയേ, ഞാൻ 5 എണ്ണം, കാരണം അതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്. വേറെണ്ണം ഞാൻ നിങ്ങളെ കാണിക്കുക, കാരണം നിങ്ങൾക്കത് എന്താണെന്ന് അഥവാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ 1 2 3 5 കേട്ടോ, 5. പിന്നെ ഇതിൻ്റെ ദാണ്ട് ഇവിടെ തന്നെ കുത്തണം. എല്ലാവർക്കും തെറ്റുന്നത് കൊണ്ടാണ് മേപ്പോട്ട് 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 മേപ്പോട്ട്, ഇവിടെ പിന്നെ ഇവിടെ 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 മേപ്പോട്ട് 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 ഇങ്ങനെ, പിന്നെ ഇവിടെ 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 മേപ്പോട്ട് മേപ്പോട്ട് മേപ്പോട്ട്. സ്കെയിലും പെൻസിലും യൂസ് ചെയ്യണേ. എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ സ്കെയിലും പെൻസിലും, ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. സ്കെയിലും പെൻസിലും ഉപയോഗിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള ഗോപുരം വരും കേട്ടോ. അപ്പം നമുക്കിവിടെ ഞാൻ സ്വയമേ നോക്കാൻ നോക്കില്ലേ, ഇവിടെ ഒരു 10 11 12 പിന്നെ 13 14 എന്ന് പറയുന്ന ഒരു സംഖ്യ ഞാൻ തരിക. നമ്മളിപ്പോൾ ചെയ്ത രീതി ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാൻ വേണ്ടിയാണ്. അതിൻ്റെ ബാക്കിയുണ്ട്. 10 11 21 ആണ്. 11 12 23 ആണ്. 12 13 25 ആണ്. 13 14 27 ആണ് അല്ലേ. ഇവിടെ ഓരോന്നിൻ്റെ ഡിഫറൻസ്, ഇവിടെ ഈ രണ്ടിൻ്റെ ഡിഫറൻസ്. ഇനി 21 23 44 അല്ലേ നിങ്ങൾ? 44 അല്ലേ. 23 25 5 3 8 48 വരുന്നുണ്ടല്ലേ, 48. ഇനി 25 27 7 5 12 52 വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ ഡിഫറൻസ് വന്നു. ഇവിടെ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് വന്നു. ഇവിടെ 4ൻ്റെ ഡിഫറൻസ് വന്നു. അപ്പം 44 48
8 4 12 92 അല്ലേ, 48 52 8 10 100 അല്ലേ, 100. ഓക്കെ, 100 100 92 192. ഇതാണ് 5 അക്ക. ഇപ്പം നമ്മൾ ചെയ്ത 5 അക്ക പിരമിഡ് മുമ്പ് ചെയ്തത് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് 10 ഒക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് 10 4 40 40 4 160 കിട്ടി. പക്ഷേ ഇനി വേറൊരു സംഖ്യ നോക്കിക്കോ. ഇവിടുത്തെ മിഡിൽ നമ്പർ ഏതാവും നിങ്ങളെ? 12 ആണ്. 12 ഇൻറ്റു എന്താ അതിൻ്റെ 4 മടങ്ങ്, 12ൻ്റെ 4 മടങ്ങാകുമ്പോൾ ഇവിടെ വരണം അല്ലേ. 12 4 12 ഇൻറ്റു 4 2 4 8 ഒരു 48 കിട്ടി അല്ലേ. വീണ്ടും എന്താണ് 48നെ വീണ്ടും 4 വെച്ച് ചെയ്യണം. അപ്പോൾ 8 4 12 ശിഷ്ടം 1 4 4 92. എങ്ങനെയായിരുന്നു? 8 4 8 32 ശിഷ്ടം 3 4 16 17 18 19 192. അവിടെ കിട്ടിയത് കണ്ടോ? അതായത് എങ്ങനെ എഴുതാം നമുക്ക്? 12ൻ്റെ 8 മടങ്ങാണ് കണ്ടോ. 12 ഇൻറ്റു 8 ആണ്. അതായത് സംശയം ഉണ്ടെങ്കിൽ 12 ഇൻറ്റു 8 2 8 16 1 8 8 1 2 8 16 ശിഷ്ടം 1 12 4 16 അല്ലേ. 4 16 വെച്ച് ചെയ്യണം. 12 ഇൻറ്റു 16 അല്ലേ, കാരണം 4 ഇൻറ്റു 4 12 ഇൻറ്റു 16 2 6 12 ശിഷ്ടം 1 1 6 6 1 7 1 2 2 ഓരോന്ന് 1 2 7 2 9 1 12 ഇൻറ്റു 16. ഈ 16 വന്നാൽ എന്താവും നിങ്ങളെ? 4 4 16. അതായത് ഇപ്പം നമ്മൾ ചെയ്ത രീതി വെച്ച് തന്നെ മിഡിൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ എഴുതുക 12 അല്ലേ. മിഡിൽ നമ്പർ 12 ആണ് ഇവിടുത്തെ. ഇനി അതിനെ എന്ത് ചെയ്യുക? 4 4 4 വെച്ച് നമ്മൾ 2 വട്ടം ചെയ്തു. അല്ലെങ്കിൽ 12 ഇൻറ്റു 8 ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. 2 8 16 ശിഷ്ടം 1 12 4 16. എപ്പോഴും ഇവിടെ 8 ഞാൻ എഴുതി വെക്കുന്നത്. 4 ഇൻറ്റു 12 ഇൻറ്റു 4 ഇൻറ്റു 4 16 12 ഇൻറ്റു 16 കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്താ ടോപ്പിലെ ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. അതായത് മുമ്പ് വരെ ചെയ്തത് നമ്മൾ 3 4 ഡിജിറ്റ് വെച്ചായിരുന്നു. ഇതിപ്പോൾ 5 എണ്ണത്തിൻ്റെ ആയാൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം 4 ഇൻറ്റു 4 16 വെച്ചാണ് ചെയ്യേണ്ടതെന്ന് ഓർത്തോണം. ആ ഒരു ക്ലൂ ആണ് ഇത്രയും കിടന്ന് ചെയ്യിപ്പിച്ചത് കേട്ടോ. 4 ഇൻറ്റു 4. ഇനി നമ്മൾ അവർ ചോദിച്ച അടുത്ത ചോദ്യം എന്താ? നിങ്ങൾ തുടർന്നുള്ള സംഖ്യയിൽ എഴുതുന്നതിന് മുമ്പ് ഏറ്റവും മുകളിലെ സംഖ്യ നടുവിലുള്ള 10ൻ്റെ എത്ര മടങ്ങായിരിക്കും എന്ന് ഊഹിച്ചു നോക്കണം. നോക്കി 1 2 3 4 എന്ത് പറയാൻ പറ്റുമോ? 4 മടങ്ങായിരിക്കും. മുമ്പ് നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് നമ്മൾ ഊഹിച്ച് പറയണത് എന്താ? 5 അക്ക സംഖ്യയാണെങ്കിൽ 8 മടങ്ങ് എന്ന് ഊഹിക്കണമെന്ന് കേട്ടോ. 8 അല്ല 16. 4 ഇൻറ്റു 4 16 കേട്ടോ. 10 ഇൻറ്റു 16 വരണമെന്ന്. ഞാൻ എപ്പോഴും 4 ഇൻറ്റു 4 8 എന്നാവും നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരിക്കലും പറയല്ലേ. 4 ഇൻറ്റു 4 16 ആണ് കേട്ടോ. അല്ല, മനസ്സിലാവുന്നുണ്ടോ? മിഡിൽ നമ്പർ ഇവിടെ 10 ആണ്. അപ്പം നമ്മൾ മുമ്പ് ചെയ്ത രീതി വെച്ചിട്ട് 4 ഇൻറ്റു 4 16 വെച്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഊഹിച്ചെഴുതാൻ അത് ശരിയാണോ എന്ന് മറ്റു സംഖ്യകളെല്ലാം എഴുതി പരിശോധിക്കുക കേട്ടോ എന്ന് നമ്മൾ ഇവിടെ നോക്കി കേട്ടോ. ഇനി ഒരേ അകലം ഇടവിട്ടുള്ള ഏത് 5 സംഖ്യകളിൽ നിന്ന് തുടങ്ങിയാലും 5 നില ഗോപുരങ്ങളിൽ എല്ലാം അവസാന സംഖ്യ ആദ്യ വരിയിലെ സംഖ്യയിലെ നടുവിലത്തെ സംഖ്യയുടെ ഒരേ മടങ്ങായിരിക്കും എന്ന് നമ്മൾ ബീജഗണിത രൂപത്തിൽ എഴുതണം. ഇനി ഇപ്പം നമ്മൾ ഈ എഴുതിയ 5 അക്ക സംഖ്യയെ ബീജഗണിത രൂപത്തിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത്രയായിട്ട് തന്നെ പെട്ടില്ലേ ഒരു ബീജഗണിതം? എളുപ്പമാണ് കേട്ടോ. എളുപ്പ വഴി പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിരുന്നോണേ. നമ്പറിന് സംശയമില്ലല്ലോ, ഇതൊക്കെയാണല്ലോ. ഇനി ഞാൻ അതിൻ്റെ എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. അതെ, ബീജഗണിതത്തിൽ അല്ലെങ്കിൽ ആൾജിബ്രയിൽ നമ്മൾ അതെങ്ങനെ എഴുതും? നമുക്ക് 5 അക്ക സംഖ്യകളാണെങ്കിലേ നിങ്ങൾ ഒന്ന് ഓർത്തോണം, നമ്മളെ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക ഇല്ലേ. ഇപ്പോൾ 1 അതിൻ്റെ കൂടെ എന്താണ് 2 എന്ന് പറയുമ്പം x+1 അതിൻ്റെ കൂടെ 1 കൂടി കൂട്ടി അല്ലേ. 3 എന്ന് പറഞ്ഞാൽ എന്താ x+2 അതിൻ്റെ കൂടെ വീണ്ടും അങ്ങനെ 1 കൂട്ടി ഇങ്ങനെ പോകുന്ന കേട്ടോ. x+3 x+4 5 ഇങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ് ആൾജിബ്ര അല്ലെ ബീജഗണിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് അടുത്തടുത്ത എന്താണ് 5 അക്ക സംഖ്യ അല്ലേ. 5 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? x+y x+2y x+3y x+4y. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോകല്ല. എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ആദ്യം എക്സ്, പിന്നെ x+y, പിന്നെ x+2y 3y 4y 5 എത്ര ആണോ നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ 5 എണ്ണം ചോദിച്ചുകൊണ്ടാണ്. 1 2 3 4 5. ഇനി ഇത് കഴിഞ്ഞ് അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ. x+5y x+6y
അങ്ങനെ അങ്ങോട്ട് പോവുക. എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് അവിടെ കൊണ്ട് നിർത്തുക. ഇവിടെ 5 എണ്ണം ചോദിച്ചപ്പോൾ തുടങ്ങുന്നത് എക്സിലാണ്, പിന്നെ x+y, x+2y. ഇത് തെറ്റിപ്പോകരുത്. ഇത് അറിയത്തില്ലെങ്കിൽ പിന്നെ ചെയ്തുകൊണ്ട് കാര്യം, മേപ്പോട്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഓക്കെ ആണോ? അപ്പം നമുക്ക് ചെയ്യാം. നോക്കിയേ, എക്സ് പ്ലസ് കൂട്ടാനാണേ, x+x+y. ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ നിങ്ങളെ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. x+y എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 2x+y കേട്ടോ. x+x+y എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x+y. നമ്മൾ കുറേ ചെയ്തതാണ്. ഇനി അടുത്ത x+y-യും x+2y-യും x+y-യും x+2y-യും എക്സും 2x, y-യും 2y-യും കൂടെ മുമ്പ് നമ്മൾ ചെയ്ത വൈയുടെ കൂടെ 2y-യുടെ കൂട്ടിയാൽ 3y. അപ്പോൾ എങ്ങനെ എഴുതും? 2x+3y. കണ്ടോ? ഇനി അടുത്ത x+2y-യും x+3y-യും കൂടെ കൂട്ടുമ്പോൾ എക്സും 2x, 2y-യുടെ കൂടെ 3y-യുടെ കൂട്ടിയാൽ 5y. അപ്പോൾ എങ്ങനെ? 2x+5y. അടുത്ത x+3y-യും x+4y-യും എത്ര? 2x+7y. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ബോക്സിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് ഓരോന്നും എങ്ങനെയാ കിട്ടിയതെന്ന് നോക്കണം. ഫസ്റ്റ് റോയിലെ കാര്യങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് അല്ലാതെ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തെറ്റ് വന്ന് പേടിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ആരും എഴുതി പഠിപ്പിക്കത്തില്ല. കാരണം ഇത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയാണ്. ഇങ്ങനെയൊന്നും ആരും പഠിപ്പിക്കത്തില്ല. 7-ലായില്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പം തെറ്റത്തില്ല, അങ്ങും തെറ്റത്തില്ല കേട്ടോ. അപ്പം നോക്കിക്കേ, അല്ലാതാണെങ്കിൽ ഒറ്റയടിക്ക് x 2x പിന്നെ ഒരു +y ഉള്ളൂ. ഇവിടെ x 2x പിന്നെ +y-യും 2y-യും കൂടെ കൂട്ടുമ്പോൾ 3y. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക, ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് റോ ഇത് ഫസ്റ്റ് അല്ലേ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അടുത്തതിന് തേർഡ് 2x+y-യും 2x+3y കൂടെ കൂട്ടിയാൽ കണ്ടേ, അതിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കിയേ, 2x+y എത്ര? 2x+y-യും 2x+3y-യുടെ 2x-ഉം 2x-ഉം 4x, y-യും 3y-യുടെ ആകുമ്പോൾ 4y. അപ്പോൾ എങ്ങനെ എഴുതാം? 4x+4y. അല്ലെങ്കിൽ 2x-ഉം 2x-ഉം 4y, y-യും 3y-യുടെ 4y. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അടുത്തത് 2x+3y-യും 2x+5y-യും 2x+3y 2x എത്ര? 4x+8y. അടുത്തത് എത്രയ്ക്കാ? 2x+5y 2x+7y അല്ലേ? 2x-ഉം 2x-ഉം 4x+5y-യും 7y-യും 7 5 12y. അറിയാൻ വയ്യാത്തത് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് എങ്ങനെയാണ് വന്നതെന്ന്. ഇനി 4x-ഉം 4x-ഉം 8x, 4y-യും 8y-യും കൂടെ 12y. അതും ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 12y എങ്ങനെയാണ് കിട്ടിയത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനത് ചെയ്ത് കാണിച്ചപ്പോൾ അല്ലേ. 4x-ഉം +4y 4x+8y അപ്പോൾ എത്ര? 8x+12y. അതും എഴുതി. അടുത്ത ഏതാ? 4x+8y 4x+12y. 4x-ഉം 4x-ഉം 8x പ്ലസ് 8y-യും 12y-യുടെ ആകുമ്പം 20y. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയല്ലോ 20y വരെ. ഇനി അടുത്തത് 8x+12y-യും 8x+20y-യും 8x-ഉം 8x-ഉം എത്ര? 8x+8x 16x 16x പ്ലസ് 20y-യും 12y-യുടെ 32y. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 8x-ഉം 12y-യുടെ കൂട്ടിയിട്ടുണ്ട്. മേളിൽ ചെയ്തേക്കുന്നതിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ട്, അതായത് ഞാൻ പോസ് ചെയ്ത് നിങ്ങൾ സമാധാനത്തെ കണ്ടോ ഈ കൊടുത്തിരിക്കുന്നതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയതിൽ സംശയം ഉണ്ടെങ്കിൽ കണ്ട ഫസ്റ്റ് റോയിലെ സെക്കൻഡ് റോ, തേർഡ് റോ ആൻഡ് ലാസ്റ്റ് റോ കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കപ്പോൾ കിട്ടിയത് 16x+32y ആണ്. ഇനി എന്താ? 5 റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ? മിഡിൽ നമ്പർ ഏതാ നിങ്ങൾ? ഇതല്ലേ x+2y അല്ലേ? x+2y. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ചെയ്തിട്ടുണ്ട്. x+2y-നെ ഫസ്റ്റ് നമ്മൾ എത്ര? 4 കൊണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ? ഒന്നുകിൽ നമുക്ക് 4 വട്ടം ഇൻഡ്യൂ ചെയ്യാൻ ഒട്ടും ഈ വേരിയബിൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് വന്നുകൊണ്ട് ഇൻഡ്യൂ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ അതായത് ഇങ്ങനെ വെച്ച് കൂട്ടി മുമ്പ് പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. x+2y അധികം x+2y അധികം x+2y അധികം x+2y. എത്ര x ഉണ്ട്? 1 2 3 4x
പ്ലസ് 2 4 6 8y 4x പ്ലസ് 8y കൂട്ടാൻ അറിയാവുന്നവർക്ക് കൂട്ടി വെക്കാം. അതല്ല ഇൻറ്റു ചെയ്യാൻ അറിയാവുന്നവർക്ക് x പ്ലസ് 2y ഇൻറ്റു 4, അതായത് എക്സും 4ഉം 4x പിന്നെ ഏതാ 2 ഇൻറ്റു 4 8y എങ്ങനെ ചെയ്യാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ 4x പ്ലസ് 8y കിട്ടിയായിരുന്നല്ലോ, മൂന്നാമത്തെ റോയിൽ അത് കിട്ടിയായിരുന്നല്ലോ. ഓക്കെ, ഓരോന്നും നോക്കണേ നിങ്ങളെ. ഫസ്റ്റ് 4 വെച്ച് നമ്മൾക്ക് ചെയ്തപ്പോൾ നമുക്കിത് കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒറ്റയടിക്ക് നമുക്ക് 16 വെച്ച് ചെയ്യാം. 4 ഇൻറ്റു 4 16 വെച്ച് ചെയ്യാം. അതല്ല ഇങ്ങനെ ചെയ്താലും മതി. അടുത്ത 4x പ്ലസ് 8y ഇൻറ്റു 4, ഒന്നുകിൽ നമുക്ക് എന്താ 4 ഇൻറ്റു 4 16x, 8 ഇൻറ്റു 4 32y. ഇനി ഇങ്ങനെ ചെയ്യാൻ കേട്ടോ, ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 4 വട്ടം എഴുതി ചെയ്യുക. എങ്ങനെ ചെയ്താലും മതി. ഇത്രയും ചെയ്യുമ്പോൾ സമയം ഒരുപാട് പോവും. ഇങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ നിന്ന് വെളിയിൽ നിന്ന് വന്ന് ഓരോന്നിനെയും ഇൻറ്റു ചെയ്യാം. 4 ഇൻറ്റു 4 16x, 8 ഇൻറ്റു 4 32y. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കൂടെ കൂട്ടി എഴുതിയാലും ഇത് തന്നെ ഏതാ 16x പ്ലസ് 32y നമ്മുടെ ടോപ്പിൽ കിട്ടി. അതല്ലേ, അത്രയേ ഉള്ളൂ സംഭവം. അതായത് നമ്മളെന്താ എങ്ങനെ എഴുതാം, എന്താ എക്സ് പ്ലസ് 2yനെ നമ്മൾ എത്ര വെച്ചാൽ ചെയ്ത ഇൻറ്റു 16 വെച്ച് ചെയ്തു അല്ലേ, അതാണ് കറക്റ്റ്. എത്ര 16 വെച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്, 16x പ്ലസ് 32. അങ്ങനെ ഒറ്റയടിക്ക് 16 വെച്ച് ചെയ്താലും മതി കേട്ടോ. 16 വെച്ച്, ഈ 16 എങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. 4 ഇൻറ്റു 4 ആണ്. ഏത് രീതി വേണമെങ്കിലും ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഈ രീതി വേണമെങ്കിലും ചെയ്യാം. ഈ രീതിയാ കുറച്ചുകൂടെ തെറ്റാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന. ഇതിങ്ങനെ ചെയ്യുന്ന എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഞാൻ എന്തായാലും നമുക്ക് ആൻസർ കിട്ടണം. ഓക്കെ ആണല്ലോ. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് ആരും പറയത്തില്ല കേട്ടോ. ഇത് ചിലർ എന്താ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായ രീതി നിങ്ങൾ ചെയ്യുക. കാരണം ഇത് എങ്ങനെയാണ് കിട്ടിയെന്നെല്ലാം ഞാൻ ഈ ബോക്സിൽ പറയുന്നുണ്ടോ നിങ്ങളെ. എന്തായാലും കൂട്ടാനും കുറയ്ക്കാനും അറിയാൻ വയ്യാത്ത ആരും 7ാം ക്ലാസ്സിൽ കാണത്തില്ലെന്ന് അറിയാം. ഇതിനകത്ത് കുറയ്ക്കാനും ഇല്ല കൂട്ടാനുമാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഓരോ മെത്തേഡ് നമ്മൾ നേരത്തെ പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 7y കൂടെ 5y കൂട്ടിയാൽ 12y ആണെന്നറിയാം അല്ലേ, 7ലല്ലേ, അപ്പോൾ അറിയാം. അങ്ങനെ എല്ലാം നമ്മൾ കൂട്ടി നമ്മൾ മേപ്പോട്ട് മേളി ചെന്നപ്പം നമുക്ക് 16x പ്ലസ് 32y ആണ് കിട്ടിയത് അല്ലേ, 32y. അങ്ങനെയാണെങ്കിൽ അത് ടോപ്പിലെത്തിയ ആൻസർ താഴെ ആ കണ്ട മിഡിൽ കിടക്കുന്ന നമ്പറിനോട് ആദ്യമേ 4 വെച്ച് ചെയ്യുക. ആ കിട്ടിയ ആൻസറിനെ വീണ്ടും 4 വെച്ച് ചെയ്യുക. അപ്പോൾ എത്ര, 4 ഇൻറ്റു 4 16. ഒറ്റയടിക്ക് ഇതിനെ 16 വെച്ച് ചെയ്യേണ്ടവർക്കും ചെയ്യാം. എന്താ എക്സ് ഇൻറ്റു 16 16x ആണ് അല്ലേ, 2 ഇൻറ്റു 16 എന്താ 32y. എങ്ങനെ ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാ കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു. എക്സ് പ്ലസ് 2y ഇൻറ്റു 16 വന്നത് അറിയാമല്ലോ. ഈ 16 എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇത്രയും ചെയ്തത്. 4 ഇൻറ്റു 4 16 കേട്ടോ. ആ 16 ഒറ്റയടിക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഇപ്പം ഇത്രയും ചെയ്തപ്പം ഈ 16 വന്നത് എങ്ങനെയാണെന്ന് ഇനിയിപ്പം നിങ്ങൾ ഒറ്റയടിക്ക് പറയും. കാരണം 5 സംഖ്യ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഓർത്തോണം. 4 ആദ്യമേ 4 പിന്നെ 4 അങ്ങനെ ലാസ്റ്റ് 16 വെച്ച് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ ആണോ നിങ്ങളെ? ഇത്രയും ഓക്കെ ആണോ? അതിനകത്തിൽ അത്രയേ ഉള്ളൂ തോന്നുന്നു അല്ലേ. അപ്പോൾ ഞാനിത് ഈ ചാപ്റ്റർ എന്താണ്ട് ഇവിടെ വരെയുള്ളത് പഠിപ്പിച്ച് തീർക്കണം വിചാരിച്ച, പക്ഷെ നമുക്ക് ഒരുപാട് ലെങ്ത് ആവുന്നു. അതുകൊണ്ട് ഇന്ന് ഇത് മതി നിങ്ങളെ. മനസ്സിലായത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ ക്ലാസ് വേണ്ടാന്ന് വെക്കാം. നിങ്ങളുടെ കമൻറ്റ് പോലിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.